ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹം എന്ന വിഷയത്തെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്ന വളരെ പ്രസക്തവും പ്രധാനവും പെട്ടതുമായ ചിന്തകൾ ഞാൻ ഇപ്പോൾ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ ഇതനേകരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള, ആശങ്കകൾ ഉണ്ടാക്കിയിട്ടുള്ള, പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ടുള്ള വിഷയമാണെന്നതുകൊണ്ട് തന്നെ തികച്ചും ഗൗരവത്തോടും ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് ഈ സന്ദേശം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. ഈ സന്ദേശത്തെ നിങ്ങൾ ഒരിക്കലും അപ്രധാനമായി തള്ളിക്കളയരുതേ എന്നുള്ള അഭ്യർത്ഥനയോടെ സന്ദേശത്തിലേക്ക് പ്രവേശിക്കട്ടെ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അനുഗ്രഹം എന്നത് വിപുലവും വിശാലവുമായ അർത്ഥത്തിൽ ആണ് വേദപുസ്തകം വിവക്ഷിക്കുന്നത്. എന്നാൽ അനുഗ്രഹം ഒരു വ്യക്തിയിൽ വെളിപ്പെടുന്നത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ അനുകൂലമായ സാന്നിധ്യവും സഹായകരവും ആണ് എന്ന് വിശേഷിപ്പിക്കാം. അനുഗ്രഹിക്കപ്പെട്ടവൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സമാധാനവും സ്ഥിരതയും ഭദ്രതയും ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. ഇല്ലായ്മകളിലും പ്രതിസന്ധികളിലും അവനോട് കൂടെയിരിക്കുന്ന ദൈവ സാന്നിധ്യം അവനെ വിജയി എന്ന നിലയിൽ പരിപാലിക്കും. അർത്ഥാൽ പരാജയങ്ങളും തകർച്ചകളും അനുഗ്രഹിക്കപ്പെടുന്നവനെ തകർക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ പ്രകടമായ ഒരു ലക്ഷണമാണ് ഭൗതിക സമൃദ്ധി. എന്നാൽ പുതിയ നിയമത്തിൽ ഭൗതിക സമൃദ്ധിയിൽ കൂടി ഉള്ള അനുഗ്രഹത്തേക്കാൾ പ്രധാനം ദൈവരാജ്യത്തിലെ അവകാശങ്ങളാണ് എന്നതിനാൽ ഭൗതിക സമൃദ്ധിക്ക് ഊന്നൽ നൽകുന്നതായി കാണുന്നില്ല. മുമ്പേ ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് ഭൂമിയിൽ വേണ്ടതെല്ലാം നൽകുന്ന വിശ്വസ്തനായ ദൈവത്തെയാണ് പുതിയ നിയമത്തിൽ കാണുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് രണ്ട് ഉറവിടമാണുള്ളത്. ഭൂമിയിലെ എല്ലാ സമ്പത്തും ദൈവത്തിൻ്റെ തന്നെയാണെങ്കിലും അത് മനുഷ്യന് നൽകുന്നത് വ്യത്യസ്തമായ ഉറവിടങ്ങളിലൂടെയാണ്. ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേലിനെ അനുഗ്രഹിക്കുവാൻ ദൈവം ഒരുക്കിയ പദ്ധതിയിൽ അബ്രഹാം എന്ന വ്യക്തിക്ക് രണ്ട് വിഭാഗത്തിൽപ്പെട്ട തലമുറയെ ദൈവം നൽകി. അബ്രഹാമിന് ആദ്യം ജനിച്ചത് തൻ്റെ ദാസിയായ ഹാഗറിൽ ജനിച്ച ഇസ്മയിലായിരുന്നു. ഹാഗറിനോട് യഹോവയായ ദൈവം പറഞ്ഞത്, നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. അവന് നീ ഇസ്മയിൽ എന്ന് പേര് വിളിക്കണം. അവൻ കാട്ടുകഴുതയെ പോലെയുള്ള മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ എല്ലാവർക്കും വിരോധമായി ഇരിക്കും, എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കുമെതിരെ പാർക്കും. 86 വയസ്സിൽ അബ്രഹാമിന് ഇസ്മയിൽ ജനിച്ച ശേഷം 100 വയസ്സിൽ ഇസഹാക്ക് എന്ന മകൻ തൻ്റെ ഭാര്യയായ സാറയിൽ ജനിച്ചു. ബാലന്മാരായി വളർന്നു വന്ന ഇസ്മയിലും ഇസഹാക്കും തമ്മിൽ വൈരം പ്രകടമായപ്പോൾ സാറ അബ്രഹാമിനോട് ദാസിയെയും പൈതലിനെയും പുറത്താക്കുവാൻ ആവശ്യപ്പെട്ടു. അബ്രഹാം നൽകിയ ഭക്ഷണവും വെള്ളവുമായി മരുഭൂമിയിലേക്ക് എങ്ങോട്ടെന്നറിയാതെ ഇറങ്ങിപ്പുറപ്പെട്ട ഹാഗറിൻ്റെ പക്കൽ ഉണ്ടായിരുന്ന ഭക്ഷണവും വെള്ളവും തീർന്നു. ദാഹിച്ചും വിശന്നും തൻ്റെ മകൻ മരിക്കുമെന്ന് കരുതി ഉള്ളുലഞ്ഞ് വിലപിച്ച ഹാഗറിന് ദൈവം ഒരു ഉറവ തുറന്നു കൊടുത്തു. അറേബ്യയിലെ മരുഭൂമിയിൽ ഇന്നും വറ്റാത്ത ഉറവയായി അത് നിലനിൽക്കുന്നുണ്ട്. അറേബ്യൻ മരുഭൂമിയിൽ വർദ്ധിച്ചു വരികെ ഇസ്മയിലിൻ്റെ സന്തതി പരമ്പരകൾക്ക് ഒരിക്കലും വറ്റാത്ത എണ്ണപ്പാടങ്ങൾ ദൈവം നൽകി. സമീപകാലത്തുണ്ടായ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് വിരാമമായത് എണ്ണയുൽപാദനവും വിതരണവും സംബന്ധിച്ച പ്രതിസന്ധിയാണ്. ഇസ്മയിലിൻ്റെ സന്തതികൾക്ക് ദൈവം ഭൂമിയിൽ വറ്റാത്ത ഉറവ് നൽകി അനുഗ്രഹിച്ചു. അറേബ്യൻ നാടുകളിലെ എണ്ണയുൽപാദനവും വിപണനവുമാണ് അറേബ്യൻ ജനതയുടെ സാമ്പത്തിക അടിസ്ഥാനം. വാഗ്ദത്ത സന്തതിയായ ഇസ്രായേലിനാകട്ടെ നൽകപ്പെട്ട അനുഗ്രഹത്തിൻ്റെ ഉറവിടം ഉയരത്തിൽ നിന്നായിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിയർ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിങ്കിൽ നിന്ന് വരുന്നു എന്ന് പ്രാർത്ഥിച്ചത്. യഹോവ ഭക്തന്മാരുടെ നന്മകൾ ദൈവാശ്രയത്തിലൂടെ ലഭ്യമാകുന്നതാണ്. അവർക്കുള്ള നിർദ്ദേശമാണ്
യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോട് ഒന്നും കൂട്ടുന്നില്ല എന്നത്. ഈ തത്വം പൊതുലോകത്തിന് സ്വീകാര്യമോ ബാധകമോ ആകണമെന്നില്ല. അതിനാൽ ദൈവജനം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, തങ്ങളുടെ പ്രയത്നത്താൽ സമ്പന്നരാകാം എന്നത് പലപ്പോഴും ഒരു വ്യാമോഹം മാത്രമായിരിക്കും. എന്നാൽ ദൈവം ഒരുവനിൽ പ്രസാദിക്കുമ്പോൾ അവൻ ആത്മീയ അനുഗ്രഹത്തോടൊപ്പം ഭൗതിക നന്മകളും നൽകുവാൻ ഇടയാകും. ഒരു ഭക്തൻ ഭൗതിക സമൃദ്ധിയിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയേക്കാം എന്ന് മുന്നമേ അറിയുന്ന ദൈവം അയാൾക്ക് ഭൗതിക ഉയർച്ച നൽകിയില്ലെന്നും വരാം. എങ്കിലും തൻ്റെ മക്കൾക്ക് എപ്പോഴും നല്ല ദാനങ്ങളെ നൽകുന്നവനാണ് കരുണയുള്ള, സ്നേഹമുള്ള പിതാവായ ദൈവം. ആയതിനാൽ സമ്പത്ത് ദൈവത്തിൻ്റെ അധികാരത്തിലും വിവേചന അധികാരത്തിലുമുള്ള ദൈവിക ദാനമാണെന്ന് തിരിച്ചറിയുക. ഞെരുക്കത്തിലും ബുദ്ധിമുട്ടിലും ഇല്ലായ്മയിലും ക്ഷാമത്തിലുമെല്ലാം പോറ്റിപ്പുലർത്തുന്ന ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കാം. ദൈവത്തിൻ്റെ ബലമുള്ള കൈകളിൽ താണിരിക്കാം. ഉയർച്ച തരുന്നവൻ ദൈവമാണ്. മറാനാഥ.